കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നമുക്കറിയാം, പ്രാദേശിക സർക്കാരുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയായി. നമ്മുടെ ത്രിതല പഞ്ചായത്തിലേക്ക് അംഗങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ജയിച്ചതിന് ശേഷം വിജയം സംബന്ധിച്ച വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുകയാണ്. ഒരു ഭാഗത്ത് UDF അട്ടിമറി വിജയം നേടിയിരിക്കുന്നു, LDF വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. അതിനൊക്കെ അപ്പുറം തിരുവനന്തപുരം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം BJP പിടിച്ചിരിക്കുന്നു എന്നൊക്കെ വലിയ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നേതാക്കൾ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? അടിയൊഴുക്കുകൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ കേരളത്തിന് പ്രത്യേകതയുണ്ട്, എപ്പം വന്നാലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മതവും ജാതിയും വർഗീയതയും എല്ലാം കടന്നു വരും. ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടായില്ല. മതം കടന്നു വന്നു, ജാതി കടന്നു വന്നു, വർഗീയ പ്രചാരണങ്ങളുണ്ടായി, പല തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും ഉണ്ടായി. ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞു. എന്താണ് നമ്മുടെ നേതാക്കൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒത്തിരി പുതുമുഖങ്ങൾ ഇത്തവണ ജയിച്ചു വന്നിട്ടുണ്ട്. സ്ത്രീകൾ പല നഗരസഭയിലും ഗ്രാമപഞ്ചായത്തിലൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വിജയിച്ചു വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇനിയുള്ള യാത്ര? എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം? രാഷ്ട്രീയ നേതാക്കൾ ഇതെങ്ങനെ വിലയിരുത്തുന്നു? 3 പ്രമുഖരായ നേതാക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇടതുപക്ഷത്ത് നിന്ന് പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസിൽ നിന്ന് UDF നിന്ന് ശ്രീ രജിത്ത് നാറാത്ത്, BJPയിൽ നിന്ന് അല്ലെങ്കിൽ NDAയിൽ നിന്ന് ബിജു ഏളക്കുഴി. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ പ്രകാശൻ മാഷിൽ നിന്ന് തുടങ്ങാം. മാഷി, ഉടനീളം നടക്കുന്ന പ്രചാരം UDF അട്ടിമറി വിജയം നേടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ശുഭപ്രതീക്ഷയിലാണ് UDF മുന്നോട്ട് പോകുന്നത്. ഇടതുമുന്നണിയാണെങ്കിൽ CPI തന്നെ പറയുന്നു ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. മൊത്തത്തിൽ ഒരടി കിട്ടിയോ? ഇതിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവർ കഴിഞ്ഞ കുറേ കാലമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടുണ്ട്. പ്രത്യേകിച്ച് 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിന് ഒരു 2ാം ഊഴം കിട്ടിയതോടെ കേരളത്തിൽ കാണുന്ന ഒരു വലിയ മാറ്റം, ഇടതുപക്ഷ വിരുദ്ധരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി വന്നിരിക്കുന്നതാണ്. ഇന്ത്യയിൽ BJPയും അതുപോലെ കോൺഗ്രസും 2 പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ളതിലേക്കാണെങ്കിലും പരസ്പരം ഏറ്റുമുട്ടുന്ന പാർട്ടികളാണെങ്കിലും ഇവിടെ അവർ ഒരേ തൂവൽ പക്ഷികളാണ്. അതുപോലെ തന്നെ നേരത്തെ ഒരു സന്ദർഭത്തിലും ബാധം ഉണ്ടാക്കാത്ത ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി അതെല്ലാം UDFൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങൾ മറ്റൊരു കാലത്തുമില്ലാത്ത രൂപത്തിൽ ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളത് തങ്ങളുടെ ഒരു മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ സംയുക്തമായി നടത്തിയ പ്രചാരവേലയുടെ തുടർച്ചയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്തോ ഇടതുപക്ഷമാകെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു, ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച നിലക്ക് വെച്ചടി മുന്നോട്ടേക്ക് പോവുകയാണ്, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി അവർക്ക് നോക്കാൻ യാതൊന്നുമില്ല എന്നെല്ലാം നമ്മുടെ പ്രചാരവേല. പക്ഷേ എന്താണ് വസ്തുത? നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പുകളായി നമ്മൾ പരിശോധിക്കേണ്ടത് തൊട്ട് മുന്നേ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാം അറിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFന് കിട്ടിയിരിക്കുന്ന സീറ്റുകൾ നിയമസഭയെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് 20-ൽ താഴെയാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങളെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന മനോരമ തന്നെ ഇന്നലെ അവരുടെ പത്രത്തിൽ എഴുതി 58 സീറ്റുകളിൽ ഇപ്പോൾ LDF മുന്നിലാണ്. അത് തന്നെ പൂർണ്ണമായിട്ട് വസ്തുതയല്ല എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം. ഇപ്പോൾ തളിപ്പറമ്പിലും അതുപോലെ അഴീക്കോടും യഥാർത്ഥത്തിൽ വോട്ടുകൾ കൂട്ടിക്കഴിഞ്ഞാൽ LDFനാണ് മുൻതൂക്കം, മനോരമയുടെ കണക്കിൽ അത് UDFനാണ്. അപ്പോൾ അവർക്ക് ബോധപൂർവ്വം അങ്ങനെ സ്ഥാപിക്കാനുള്ള താല്പര്യമുണ്ട്. തളിപ്പറമ്പിൽ, ആന്തൂരിലും അതുപോലെ മലപ്പുറത്തും ജയിച്ചിരിക്കുന്ന നേരത്തെ ജയിച്ച വാർഡുകളിലെ വോട്ടുകൾ അവർ കൂട്ടിയിട്ടേ ഇല്ല, അത് ബോധപൂർവ്വമാണ്, മറന്നുപോയൊന്നുമല്ല. അഴീക്കോടും സമാനമായ നിലയാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ ആ കണക്കനുസരിച്ച് തന്നെ 60-ലേറെ സീറ്റുകൾ ഇന്ന് കേരളത്തിൽ LDFന്റെ ഭാഗമായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലയിൽ നിന്ന് ഇപ്പോൾ നേരത്തെ കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 16 ലക്ഷം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അധികം കിട്ടിയെന്നുള്ളത് ഒരു പരാജയം ഉണ്ടായിട്ടില്ല എന്നല്ല, പരാജയം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ കൂടിയ കണക്കാ പറയുന്നത്, അത് ഉണ്ടോ എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്തുന്നത് ഈ പറയുന്ന പോലെ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇപ്പോ കണ്ണൂർ ജില്ല എടുക്കുക, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ ഇവിടെ 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFന് എതിരില്ല, മത്സരിക്കാഞ്ഞിട്ടല്ല,
അവർ പൂർണ്ണമായിട്ട് മത്സരിച്ചിട്ടും ഒരാളെ പോലും അല്ല, ജയിപ്പിക്കാനായില്ല. പക്ഷേ ഈ കോർപ്പറേഷനുകൾ നഷ്ടപ്പെട്ടു, ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു, ബ്ലോക്ക് പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. അത് തെരഞ്ഞെടുപ്പ് അതിനെ അങ്ങനെ അതൊന്നും പരാജയമായി കാണുന്നില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷം നന്നേ പുറകോട്ടേക്ക് വരും. ഉദാഹരണത്തിന് 2010 തെരഞ്ഞെടുപ്പ് എടുക്കുക. അന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ എണ്ണം കേവലം 6ആണ്. ഇത്തവണ അതിൽ നിന്ന് ഒന്നധികം കിട്ടിയെന്നുള്ളത് നിങ്ങൾക്കറിയാം. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 56ആണ്. ഇപ്പൊ നമുക്ക് 77 കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നഗരസഭകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ മാത്രമാണ് 360 ഉണ്ടായത്, ഇപ്പൊ 343 ആയിട്ട്. മാത്രമല്ല 70 പഞ്ചായത്തുകളിൽ തുല്യാണ്. അപ്പൊ അതുകൂടി പരിഗണിച്ചാൽ 423 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് നല്ല സാന്നിധ്യമുള്ള പഞ്ചായത്താണ്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി, അതിന്റെ അടിത്തറ അത് അതുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത് അടിത്തറ യാതൊരു ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ എന്തോ LDF ആകെ തകർന്നിരിക്കുന്നു. തങ്ങൾ ഒരുപാട് കാലം നടത്തിയ പ്രചാരവേലയുടെ തുടർച്ച എന്നുള്ള നിലക്ക് ഇടതുപക്ഷമാകെ പൊളിഞ്ഞിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരിക്കുന്ന വലിയ ചർച്ച എന്താ? BJP എന്തോ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ശതമാനം എത്ര വോട്ട്? 20ആണ്. ഇപ്രാവശ്യം 18 കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ഒഴിച്ച് എവിടെയാർക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്? ഈ രണ്ടു കൂട്ടരും എടുത്തു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ശബരിമല. ശബരിമലയിലെ പന്തളത്തെ നഗരസഭ ആരാ ജയിച്ചിരിക്കുന്നത്? BJPയുടെ കയ്യിൽ നിന്നല്ലേ. അതിന് തൊട്ട് കിടക്കുന്ന 2 പഞ്ചായത്തുകൾ ജയിച്ചിരിക്കുന്ന LDF ആണ്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ നിലയിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ ജനകീയ പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇവർ സന്നദ്ധമായിരുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് പരാജയം ഉണ്ടായിട്ടുള്ളത് ഇല്ല എന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. കാരണം ഉണ്ടായ കാര്യങ്ങൾ ഉള്ളതുപോലെ കാണണമല്ലോ. എന്താണ് അല്പം തിരിച്ചടി ഉണ്ടായതിന്റെ കാരണം? എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന വലിയ ജനക്ഷേമകരമായ കാര്യങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചില്ല? അതുപോലെ വർഗീയതയുടെ ഈ വലിയ മുന്നേറ്റത്തെ എങ്ങനെ ഇടതുപക്ഷ കേരളത്തിന് അതിനെ തടയാനായില്ല? ഇതെല്ലാം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യമാണ്. സംഘടനാപരമായിട്ട് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടായിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതാണ്. അതെല്ലാം പരിശോധിക്കുമെന്നുള്ള കാര്യം LDF നേതാക്കന്മാർ അതുപോലെ CPM നേതാക്കന്മാർ വ്യക്തമായ നിലക്ക് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. രജിത്തെ, എങ്ങനെയുണ്ട് ഈ വിജയം? പ്രകാശ് മാഷ് പറയുന്ന ഇടതുപക്ഷത്തിന്റെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. UDFന്റെ അടിത്തറ വിപുലപ്പെട്ടോ? വോട്ട് കൂടുതൽ കിട്ടിയോ? ധൈര്യം വന്നോ? പ്രകാശ് മാഷുടെ പാർട്ടിയും പ്രകാശ് മാഷും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് കേരളത്തിലെ UDFനെ സംബന്ധിച്ച് ഏറ്റവും മെച്ചം. കാരണം ഞങ്ങൾ ഈ വിജയത്തിൽ അഹങ്കരിക്കാനോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാനൊന്നും ഞങ്ങൾ തയ്യാറായിട്ടില്ല. ഞങ്ങൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിനകത്ത് കോൺഗ്രസ് വിപുലപ്പെടുത്തിയ വലിയ തരത്തിലുള്ളൊരു സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ സമീപനങ്ങളെ പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങളോട് സംവദിച്ചു. അതോടൊപ്പം തന്നെ പ്രകാശ് മാഷുടെ പാർട്ടിയുടെ നയവ്യതിയാനങ്ങൾ എത്രമാത്രം താഴെത്തട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അത്തരം മേഖലകളിൽ അതിനനുസരിച്ച പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തു പറഞ്ഞാലും പരാജയത്തെ പരാജയമായി കാണുന്നതിന് പകരം പരാജയത്തെ ഇപ്പോൾ പലതരത്തിൽ ആരാണ് വർഗീയ മുന്നണികളുമായി കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് മുമ്പേ കേരളത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഞങ്ങൾ തൊടുമ്പോൾ മാത്രം അത് തൊട്ടുകൂടായ്മയും CPM തൊടുമ്പോൾ അതൊക്കെ നല്ലതും എന്ന് പറയുന്ന ആ നയം തിരുത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള വലിയ ജനവികാരം എല്ലാ മേഖലയിലുമുണ്ട്. സാധാരണക്കാരുടെ ജീവിതഗന്ധിയായ എല്ലാ വിഷയങ്ങളിലും അതുണ്ട് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ പൂർണ്ണമായും ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം ഒന്നായിരുന്നു. അത് ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് അതിനകത്ത് വന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ 2010 ഒരു തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന തെരഞ്ഞെടുപ്പാണ്. പക്ഷേ 2010 അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 2025 വന്നപ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രകാശ് മാഷ് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്ന ഒരാളാണ്. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ നേതൃത്വം പരിശോധിക്കപ്പെടേണ്ട ഏറ്റവും വലിയൊരു പരാജയം മയിൽ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ പെടുന്ന ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ നിങ്ങൾ 2000 വോട്ടിന് പരാജയപ്പെട്ടുപോയിരിക്കുന്നു. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർ വോട്ടുകൾക്ക് മാത്രം ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലത്തിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേഡർമാര് കൃത്യമായ വലതുപക്ഷവൽക്കരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സ്വാഭാവികമായും ആ നിലയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ മാറ്റത്തെ വളരെ കൃത്യമായി
കേരളത്തിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാര് കൃത്യമായി ഈ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ചീത്ത കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് കമ്മ്യൂണിസ്റ്റുകാരും അതായത് ആരാണ് ഈ നല്ലവർ, ആരാണ് ചീത്ത? അത് ഞാൻ പറയാം. കേരളത്തിനകത്ത് ഇപ്പോ തലയിൽ കൊടിയും കെട്ടി വാളെടുത്ത് തെരഞ്ഞെടുപ്പ് വേളയിലും അതുപോലെ തന്നെ ബൂത്ത് പിടിക്കാനും അതിനുശേഷം ആഹ്ലാദ പ്രകടനത്തിനും പോകുന്നവർ ചീത്ത കമ്മ്യൂണിസ്റ്റാണ്. അതിനപ്പുറത്ത് CKP പത്മനാഭനെ പോലുള്ള ആളുകൾ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് കുഞ്ഞിമംഗലത്തെ. ഞങ്ങൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ വെച്ചാണ് പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റ് ആണ്. എണ്ണം കുറവാണെങ്കിൽ കൂടി ഒരു 100 കമ്മ്യൂണിസ്റ്റുകാര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ലല്ലോ എത്ര, ഒന്നും രണ്ടല്ലല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ഒരു വലിയ മാറ്റം ഈ അടുത്തിട്ട് സംഭവിച്ചു. വലിയ അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ അടിയൊഴുക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. യെസ് തിരിച്ചു വരാം. എങ്ങനെയാണ് ബിജു ഏളക്കുഴി NDAയുടെ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം, മാത്രമല്ല ബിജുവിനെ പോലുള്ള ആളുകൾ പ്രസിഡന്റായി വന്നതിന് ശേഷം കണ്ണൂർ ജില്ല തന്നെ രണ്ടാക്കി. ഒരു ഭാഗത്ത് വിനോദം മാഷിക്ക് ചാർജ് കൊടുത്തിരിക്കുന്നു, ഒരു ഭാഗത്ത് ബിജു ഏളക്കുഴിക്ക് ചാർജ് വന്നതിന് സംഘടനാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് BJP തുടക്കം കുറിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. എങ്ങനെ കാണും? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം വികസനത്തിൻ്റെതാണ്. വൈകാരികമായ പൊളിറ്റിക്സ് ഈ പ്രാവശ്യം ചർച്ച ചെയ്യാതെ പോസിറ്റീവ് പൊളിറ്റിക്സ് ചർച്ച ചെയ്യാനായിരുന്നു ഞങ്ങൾ തയ്യാറായത്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി വന്ന ഉടനെ അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചത് വികസിത കേരളം എന്ന് പറയുന്ന മുദ്രാവാക്യമായിരുന്നു. ആ വികസിത കേരളം എന്ന് പറയുന്ന മുദ്രാവാക്യം തിരുവനന്തപുരത്ത് എങ്ങനെ നടപ്പിലാക്കാം, കണ്ണൂരിൽ എങ്ങനെ നടപ്പിലാക്കാം, കോഴിക്കോട് എങ്ങനെ നടപ്പിലാക്കാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുമ്പോൾ വികസിത പേരിട്ടുകൊണ്ട്, തദ്ദേശ സ്വയംഭരണ ആ സ്ഥാപനത്തിൻ്റെ പേരിട്ടുകൊണ്ട് ഞങ്ങൾ വികസന രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ 35 സീറ്റിൽ നിന്ന് 50 സീറ്റായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. ഈ 50 സീറ്റായിട്ട് ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും BJPയെ പരാജയപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ BJPക്ക് മുന്നേറ്റം ഉണ്ടായി, അതുപോലെ കൊല്ലം കോർപ്പറേഷനിൽ മുന്നേറ്റം ഉണ്ടായി, തൃശ്ശൂരിൽ മുന്നേറ്റം ഉണ്ടായി, കോഴിക്കോട് മുന്നേറ്റം ഉണ്ടായി. കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു സീറ്റായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്, അതിപ്പോൾ ഇന്ന് 4 വർദ്ധിപ്പിക്കാൻ വേണ്ടി 8 നിന്ന് 6 ചുരുങ്ങി. അത് പറയാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ 1900 വാർഡുകളിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ 13 പഞ്ചായത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 13 പഞ്ചായത്തിൽ നിന്ന് 26 പഞ്ചായത്തുകളായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലും പല ഗ്രാമപഞ്ചായത്തുകളിലും സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ റവന്യൂ ജില്ലയിൽ ഞങ്ങൾക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതിൽ തലശ്ശേരി പോലെ നഗരസഭയിൽ ഞങ്ങൾക്ക് 2 സീറ്റ് നഷ്ടപ്പെട്ടു. അത് തീർത്തും ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM LDF ഭരണം നടത്തുമ്പോൾ ഡീലിമിറ്റേഷൻ, വാർഡ് വിഭജനത്തിലെ ഡീലിമിറ്റേഷൻ പ്രകാരം വാർഡുകളെ വെട്ടിമുറിച്ചു 3 കഷ്ണങ്ങളാക്കി മാറ്റി. തലശ്ശേരി നഗരസഭയിലെ ഒരു ടെമ്പിൾ വാർഡ്, ജഗന്നാഥ ക്ഷേത്രം വാർഡ്, ആ വാർഡ് 3 കഷ്ണങ്ങളാക്കിയിട്ട് അവിടെ എന്ത് ചെയ്തു? BJPക്ക് ഒരു സ്വാധീനമില്ലാതെ സെയ്താർപള്ളി, നവാസ് മേത്തർക്കറിയാം, സെയ്താർപള്ളിയിലെ ഭൂരിഭാഗം വാർഡുകളും വോട്ടർമാരെയും ഈ ടെമ്പിളിലേക്ക് ചേർത്ത്. പക്ഷേ ഇവർ ഇതൊക്കെ പറഞ്ഞു വന്നത് ഈ മയ്യിൽ പ്രദേശം, അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ കൊല്ലം പോലുള്ള കോട്ട, ഈ വിള്ളലുകളൊക്കെ പാർട്ടി കേഡറുകൾ, പാർട്ടി നേതൃത്വത്തിൻ്റെ പോക്ക് ശരിയല്ല, ഈ ഭരണവുമായി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പാർട്ടി തന്നെ ഇല്ലാതാകും എന്ന തോന്നൽ അണികൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി കേഡർമാർ തന്നെ പണി തന്നിട്ടുണ്ടെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇന്നത്തെ ഈ നേതൃത്വത്തിനെതിരെ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങനെ നിരീക്ഷിക്കും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് അധികാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജനസേവനമെന്നാണ്. ഇന്ത്യ പ്രധാനമന്ത്രി സ്ഥാനം വെള്ളിത്തലകയിൽ വച്ച് നീട്ടപ്പെട്ടിട്ട് അത് വേണ്ടെന്ന് പറയാൻ ധൈര്യം കാണിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യ രാജ്യത്ത് നേരത്തെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, ആദ്യ ഗവൺമെൻറ് വന്ന സന്ദർഭത്തിൽ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും പാർട്ടി ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സീറ്റും മന്ത്രിയും തരാമെന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. ഇന്ത്യ രാജ്യത്ത് 6 സ്റ്റേറ്റുകളിൽ ഞങ്ങളുടെ പാർട്ടിയെ ഗവൺമെൻറ്റിലേക്ക് ക്ഷണിച്ചിട്ട് പങ്കെടുക്കാത്ത പാർട്ടിയാണ് CPM.
ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും എല്ലാം ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അധികാരം എന്നുള്ളത് ജനസേവനമാണ്. ഇവിടെ കേരളത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾക്ക് ഞങ്ങൾ അഭിമാനത്തോടെ പറയും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ പിന്നെ രണ്ട് കൂട്ടരുമാണല്ലോ ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം സ്റ്റേറ്റുകളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്മിത്തം അവസാനിച്ച ഒരൊറ്റ സ്റ്റേറ്റിൻ്റെ പേര് പറയട്ടെ, അവസാനിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തിലുള്ളതുപോലെ ഇത്രയേറെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റിനെ ചൂണ്ടിക്കാണിക്കട്ടെ, പറയാൻ കഴിയില്ല. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അതുപോലെ തന്നെ മതനിരപേക്ഷതര മേഖലയിൽ അവിടെയെല്ലാം മുന്നേറ്റം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരുടെ മുൻകൈയിലാണ് എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവർ ഒരു വിഷയമല്ല. അധികാരം എന്ന് പറയുന്ന അധികാരമല്ല നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം, ജനസേവനമാണ്. പിന്നെ ഇവിടെ ഇപ്പോ പറഞ്ഞല്ലോ, അദ്ദേഹം ബോധപൂർവ്വം മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. മയ്യിലും കുറ്റ്യാട്ടൂർ മാത്രമല്ലല്ലോ, അതോട് ചേർന്ന് നിൽക്കുന്ന ആ മണ്ഡലത്തിൽ മറ്റൊരു പിന്നെ പഞ്ചായത്തിന് അദ്ദേഹം മറന്നു കളഞ്ഞു. അത് കൊളച്ചേരിയാണ്. 9,000 വോട്ട് UDF ഭൂരിപക്ഷമുള്ള പിന്നെ സ്ഥലമല്ലേ കൊളച്ചേരി. കൊളച്ചേരി പഞ്ചായത്തായ മയ്യിൽ വാർഡിലല്ലേ അത് വിട്ടുകളഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യമുണ്ട് മയ്യിൽ വാർഡിനകത്തത്. അപ്പം ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും കാണാതിരിക്കുന്നില്ല. വയ്യിലോ അല്ലെങ്കിൽ കുറ്റ്യാട്ടൂരിലോ ഒരു പുറകോട്ട് പോക്കുണ്ടായിട്ടില്ല. അതുപോലെ കൊളവല്ലൂർ ഡിവിഷനൊക്കെ തിരിച്ചു UDF കയ്യിലേക്ക് എത്തി. മാത്രമല്ല ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ പറഞ്ഞല്ലോ, ഇപ്പൊ BJP-ക്കാർ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ ഒറ്റ സീറ്റ് ഉണ്ടോ BJP-ക്ക് എവിടെയെങ്കിലും? ഇല്ലല്ലോ. തൃശ്ശൂരിൽ വലിയ അവിടെ പിന്നെ വലിയ നിലക്ക് MP ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പഞ്ചായത്തിൽ ജയിച്ചു ആ സ്ഥലത്ത്? നിങ്ങൾ ഈ കാസർഗോഡ് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ നിലനിർത്തിയത് BJP-യുടെ മൊത്തം വോട്ടുകൾ കുറയുകയാണുണ്ടായത്. ഞാനതാ പറഞ്ഞത്. അവരുടെ 20% വോട്ട് 18 കുറഞ്ഞിരിക്കും. പിന്നെ അത് 20% 18 വമ്പിച്ച മുന്നേറ്റം എന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയൊന്നുമില്ല. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇങ്ങനെ ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ഒരു സംഘടന ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു സംഘടനയായി ജമാഅത്തെ ഇസ്ലാമി മാറുന്നു. പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല ഇടതുപക്ഷം. പക്ഷേ ഇത്തവണ ഈ സമീപകാലത്ത് ഇത്രയധികം ജമാഅത്തെ ഇസ്ലാമിനെ കോർണർ ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ഞങ്ങൾ വർഗീയതയുടെ കേന്ദ്രീകരണം നല്ലതുപോലെ കാണുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇവർ ജയിച്ചിരിക്കുന്ന 49 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. BJP ജയിച്ചിരിക്കുന്ന 25 മണ്ഡലങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര ഞങ്ങളുടെ വോട്ട്? എല്ലാം 1000-ൽ താഴെയാണ്. നേരത്തെ 2000-ഉം 2500-ഉം വോട്ട് കിട്ടിയ സ്ഥലത്ത് എങ്ങനെയാണ് 1000-ൽ താഴെ വോട്ടാവുന്നത്? BJP-യുമായിട്ട് ബാന്ധമാണെന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ബാന്ധം. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി അപ്രതീക്ഷിതമായിട്ട് ഈ അടുത്ത കാലത്താണ് ഇത്രയും വലിയ രീതിയിൽ അടുത്ത കാലത്താണ് ഇവർ കുഴപ്പക്കാരായി. അടുത്ത കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി UDF-ൽ ചേക്കേറിയത്. അതാണ് പ്രശ്നം. ശരിക്കും തീർച്ചയായിട്ടും അവരെ വെള്ളപൂശാൻ ആരാ ശ്രമിച്ചത്? PD സതീശനല്ലേ. അദ്ദേഹം പറഞ്ഞു അവര് ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനം എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. മൗലാന മൗദൂദിയുടെ ആശയങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ അവരെ സംബന്ധിച്ച്? ഒന്നുമില്ലല്ലോ. പണ്ട് ഇടതുപക്ഷമായിട്ട് ചേർന്നിട്ടുണ്ട് പലപ്പോഴും. ഒരിക്കലും ചർച്ച നടത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ SDP ആയിട്ടോ വെൽഫെയർ പാർട്ടി ആയിട്ടോ RSS ആയിട്ടോ ഒരു നിലക്കുള്ള ബന്ധമുണ്ടാക്കുക ഞങ്ങളുടെ നിലപാടല്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. ഇത്തവണ തന്നെ ഈ പരാജയം വന്നപ്പോൾ എന്താ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പറഞ്ഞത്? സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പറഞ്ഞു ഒരു അവിഹിതമായ നിലയിലുള്ള ബാന്ധവത്തിന് ഞങ്ങൾ തയ്യാറല്ല. കാരണം ഇവർ സമൂഹത്തിലെ അർബുദമാണ്. സമൂഹത്തിന്റെ മനസ്സ് കാർന്നു നിന്ന ശക്തികളാണ് വർഗീയ ശക്തികൾ. അവരെ കൂട്ടാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ഈ പറയുന്ന പിന്നെ UDF-നും കോൺഗ്രസിനും? ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഏത് സ്ഥലങ്ങളിൽ ഇവർ ബാന്ധവുണ്ടാക്കുന്നത്? സീറ്റുകൾ എണ്ണൊക്കെ ഞാൻ വേണ്ടി പറയാം. അപ്പൊ തരാതരം പോലെ എന്ത് വന്നാലും LDF-ന് തോപ്പി. കാരണം 3-ാം ഊഴം കൂടി LDF-ന് കിട്ടിയാൽ പിന്നെ രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതാകുമെന്ന് കോൺഗ്രസിന് അറിയാം. ഉറപ്പല്ലേ? എന്താ സംശയമുള്ളത്? യാതൊരു സംശയമില്ല. എല്ലാ വർഗീയ ശക്തികളും ഒന്നിച്ച് ചേർത്തിരിക്കുന്നു. എങ്ങനെയാണ് അങ്ങനെയാണ് ഈ മുന്നേറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. പ്രകാശ് മാഷ് കണ്ണൂർ ജില്ലയിൽ നിന്നല്ലേ പറയുന്നത്? മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ SDP-യുമായി ചേർന്ന് കഴിഞ്ഞ തവണ ഭരണം നടത്തിയത് കോൺഗ്രസ് ആയിരുന്നു, അല്ലല്ലോ. ഇവിടെ ഇപ്പോൾ കണ്ണൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് നോക്കിക്കോ, ബിജു ആളക്കുഴിയും പ്രകാശ് മാഷും തമ്മിൽ എന്താ ബന്ധമെന്ന് ആ കൃത്യമായ കണക്കുകൾ മനസ്സിലാക്കി കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ണൂര് നമ്മുടെ തളാപ്പ് ടെമ്പിൾ വാർഡിനകത്ത് എത്ര CPM-ന് വോട്ട്? 89 വോട്ടേ CPM-നുള്ളവിടെ. അവിടെ ആരാ ജയിച്ചത്? BJP. കോൺഗ്രസ്. അവിടെ നോക്ക്, തൊട്ടപ്പുറത്ത് കൊക്കമ്പാറ സീറ്റ് കഴിഞ്ഞ തവണ പ്രകാശ് മാഷ് പാർട്ടി ജയിച്ച സീറ്റാ കൊക്കമ്പാറ സീറ്റിൽ. അവിടുത്തെ പിന്നെ ഇപ്പോഴത്തെ വോട്ടെത്രയാ? 500-ൽ താഴെ. അവിടെ അവർ ജയിച്ചത് BJP ജയിച്ചു. അറത്തിൽ വാർഡിൽ SDP ജയിച്ചു. അവിടെ CPM-ന് വോട്ട് ഇവിടെ പോയി. അപ്പോൾ തരാതരം പോലെ ആരെ കൂട്ടുന്നു എന്നതിനെ കുറിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇവിടെ കണ്ണൂർ നഗരസഭക്കകത്ത് എങ്ങനെയെങ്കിലും BJP-യുമായി ചേർന്ന് നിന്ന് കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കുക എന്ന സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് അറത്തിലും തളാപ്പിലും കൊക്കമ്പാറയിലുമൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടത്. നിങ്ങൾ ഒരു സീറ്റ് നഷ്ടപ്പെട്ടത്. അപ്പൊ അവിടെയെല്ലാം നിങ്ങൾ ഇവരെ SDP-ക്കാരെ കൂട്ടുന്നു,
ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ പിന്നെ കോഴിക്കോട് ജില്ലക്കകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ച പാർട്ടി പ്രകാശ് മാഷ്ട പാർട്ടിയല്ലേ? എന്തിനെങ്ങനെ ഒരു പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക? അത് പറയുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് പറയുന്നത് കേരളത്തിനകത്ത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ, ഇടതുപക്ഷത്തിന്റെ നിലപാടിനോട് ഒപ്പം നിൽക്കാൻ തയ്യാറാകാത്ത തലങ്ങളിലേക്ക് അവർ പോകുമ്പോൾ അവരെ കിട്ടാത്ത മുന്തിരി പുളിക്കും. അത്രയും ഇപ്പൊ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അങ്ങനെ അതിനെ കാണുന്നത് അത്രേ കാണാനുള്ളൂ. ബിജെപി ഈ ലെവലിൽ CPM ആയിട്ട് അണ്ടർസ്റ്റാൻഡിംഗ്. പ്രകാശ് മാഷ് പറഞ്ഞല്ലോ BJPയും കോൺഗ്രസുമാണ് ബാന്ധവമെന്ന്. ഇവിടെ സത്യത്തിൽ ഞങ്ങളുടെ കൊറ്റാളി വാർഡിൽ BJP തോറ്റത് 39 വോട്ടിനാണ്. CPMന്റെ 100 വോട്ട് എവിടെ പോയി? അത് കോൺഗ്രസിന് കൊടുത്തു. യഥാർത്ഥത്തിൽ ആരൊക്കെ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് നടക്കും? അത് പരിശോധിച്ച് നോക്കണം. പ്രകാശ് മാഷ് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പാടില്ല. ഇതുപോലെ ഓരോ വാർഡിലും, ഇപ്പം ടെമ്പിൾ വാർഡിൽ പറഞ്ഞല്ലോ, അത് സത്യത്തിൽ CPMന്റെ വോട്ട് കോൺഗ്രസിനാണ് പോയത്, BJPക്കല്ല. BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസും CPMഉം ഒന്നായി നിന്ന പല വാർഡുകളും കണ്ണൂർ ജില്ലക്കകത്ത് BJP എവിടെയെങ്കിലും ഈ പാർട്ടികൾക്ക് വോട്ട് കൊടുത്തിട്ടുണ്ടോ? ഒരു LDFനും UDFനും എതിരായ നിലപാടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെടുത്തത്. ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചത്. ഞങ്ങൾക്ക് ഭരിക്കണം, ഞങ്ങൾ ജയിക്കണം. ഞങ്ങൾ കേരളത്തിലൊരു ചെറിയ പാർട്ടിയാണ്. അപ്പോൾ കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് അധികാരമില്ല, മറ്റ് സ്വാധീനം ഒന്നും തന്നെ കേരളത്തിൽ ഞങ്ങൾക്കില്ല. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വീകാര്യത നേടി ഞങ്ങൾ ജയിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. സ്വീകാര്യത വേണ്ടത്ര കിട്ടാത്തത് ഇനിയും അല്ല, അത് സ്വാഭാവികം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, BJP ജയിക്കാൻ സാധിക്കുന്ന കണ്ണൂർ ജില്ലയിൽ ഒരു 200ഓളം സീറ്റിൽ BJPക്ക് ജയിക്കാൻ സാധിക്കും. എന്നാൽ വാർഡ് വിഭജന കാലഘട്ടത്തിൽ BJP ജയിക്കാതിരിക്കാൻ, CPM ആണല്ലോ ഭരണത്തിലിരിക്കുന്നത്, കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടിയാലും CPMന് പ്രശ്നമില്ല, BJP വരാൻ വേണ്ടി പാടില്ല. അങ്ങനെയുള്ള വാർഡ് വിഭജനം നടത്തിയിട്ടാണ് ഈ പ്രാവശ്യം BJPയുടെ വിജയത്തെ കണ്ണൂർ ജില്ലയിൽ പരാജയപ്പെടുത്തിയത്. എന്നാൽ അതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത്. തില്ലങ്കേരി പഞ്ചായത്തിൽ പടിക്കച്ചാൽ വാർഡുണ്ട്. ആ പടിക്കച്ചാൽ വാർഡ് ഞങ്ങൾ കഴിഞ്ഞ തവണ ജയിച്ചതായിരുന്നു 2020. ഈ പ്രാവശ്യം അത് ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ആ വാർഡിനെ വിഭജിച്ചു. 3 വാർഡിലേക്കാണ് ഞങ്ങളുടെ വോട്ട് മാറ്റിയത്. എന്നാൽ ഞങ്ങൾ പ്രവർത്തിച്ചു. ആ മുറിച്ചിട്ട കഷ്ണത്തിൽ നിന്ന് ഞങ്ങൾ വിജയിച്ചു വന്നു. ആ വാർഡ് പിന്നെയും പിടിച്ചു. വീണ്ടും ഞങ്ങൾ പടിക്കച്ചാൽ വാർഡ് വീണ്ടും ഞങ്ങൾ പിടിച്ചു. ഇതുപോലെ ഓരോ വാർഡ്, ഞങ്ങൾ ജയിച്ച മണത്തണ വാർഡുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് പേരാവൂർ പഞ്ചായത്തിലെ മണത്തണയിൽ കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രദേശം മുറിച്ച് ഈ വാർഡിനോട് കൂട്ടിച്ചേർത്തു. നേരത്തെ 78 വോട്ടിന് ഞങ്ങൾ ജയിച്ച സ്ഥലത്ത്, 178 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഈ പ്രാവശ്യം ഞങ്ങൾ 202 വോട്ടിനാണ് ജയിച്ചത്. അതുപോലെ മുഴക്കുന്ന് പഞ്ചായത്ത് ഞങ്ങൾ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് വാർഡ് വിഭജനം നടത്തി. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു? അവിടെ 2 സീറ്റിൽ ഞങ്ങൾ ജയിച്ചു. ഇതുപോലെ ഓരോ തലശ്ശേരി നഗരസഭ, ഇരട്ടി നഗരസഭ, കൂത്തുപറമ്പ്, പാനൂര് പോലുള്ള പ്രദേശങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒന്നായിട്ടും നടക്കുന്നില്ല, വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ CPMഉം കോൺഗ്രസും ഒന്നായ സ്ഥലത്ത് പോലും BJPക്ക് ജയിക്കാൻ കഴിയുന്ന ശക്തിയായി BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയം. തിരിച്ചു വരാം പ്രേക്ഷകരെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഹിറ്റായ ഒരു പാട്ട് ഓർമ്മയുണ്ടാവുമല്ലോ നമുക്ക്. എല്ലാവരുടെ നാവിൻ തുമ്പിലും ആ പാട്ടാണ് ഇപ്പോൾ. നാവിൻ തുമ്പിലെല്ലാം ആ പാട്ടിൻ്റെ വരികളാണ്. പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടും ശബരിമലയും എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു നമുക്ക് നേതാക്കളോട് ചോദിക്കണ്ടേ? കാരണം ശബരിമല മലയാളികളുടെ മനസ്സിൽ ഈ മത എല്ലാത്തിനും അതീതമായി മനുഷ്യർ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്തിസാന്ദ്രമായ സ്ഥലമാണ് ശബരിമല. ആ ശബരിമല ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിച്ചു, നമ്മുടെ നേതാക്കൾക്ക് എന്തു പറയാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. സൂപ്പർ ഹിറ്റാണ്, ഒരു പ്രവാസി എഴുതിയ വരിയാണ്. പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട്. പാട്ട് കേട്ടായിരുന്നു? അതിലേക്ക് കേട്ടു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറയേണ്ടത്, മറുപടി പറയേണ്ടതുണ്ട്. ഇതില് ഇവര് രണ്ടുപേരും ചേർന്നാണ് ഇപ്പോൾ 3 സീറ്റുകളെ സംബന്ധിച്ച് പറഞ്ഞത്. ഇവിടെ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ഞാനാണ്. ഇപ്പോൾ 3 സീറ്റുകളെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ, അവിടെ 250ഉം 200ഉം കോൺഗ്രസിന് വോട്ട് പോയത് പറയണ്ടേ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷന്റെ കാര്യം സംബന്ധിച്ച് പറയുമ്പോൾ
ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം BJP 4 സീറ്റിൽ ജയിച്ചു എന്നുള്ളതായിട്ട് കാണുന്ന പാർട്ടി ഞങ്ങൾ. പിന്നെ ഞങ്ങളും അവരെ തമ്മിൽ ബാന്ധവാണെന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്കെന്ന് പറയാം. ഇവിടെ അവരുടെ ഏറ്റവും വലിയ മർദ്ദനവും അതുപോലെ കൊലപാതകവും ആക്രമണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന പാർട്ടിയല്ലേ ഈ പാർട്ടി. എത്രയേറെ ആളുകളെ സംബന്ധിച്ച് ഈ കണ്ണൂർ CPM-ഉം RSS-ഉം അവർ തമ്മിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര അവിഹിത ബന്ധമുണ്ടെന്നാണ് ഇപ്പൊ UDF അതാണെന്ന് അവർക്ക് എന്താന്ന് പറഞ്ഞാൽ അധികാരം നേടിയെടുക്കാനുള്ള വെപ്രാളാണ്. അതുകൊണ്ടാണല്ലോ രാജ്യത്താകെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോ ഇടുക്കി ജില്ലയിൽ 245 വാർഡില് കോൺഗ്രസ് ജയിച്ച വാർഡില് BJP ഇല്ല, BJPക്ക് സ്ഥാനാർത്ഥിയില്ല. എന്താ സംഭവിച്ചത്? നിങ്ങൾ 57 ഗ്രാമപഞ്ചായത്തിൽ 185 വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ആലപ്പുഴ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ജില്ലകളെ സംബന്ധിച്ച് കണക്കെനിക്ക് പറയാൻ കഴിയും. അവിടെ പരസ്പര ധാരണയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന സീറ്റിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാം, ഇന്ന സീറ്റിൽ BJP ജയിപ്പിക്കാം. നാണം കെട്ട ഏർപ്പാടാണ്. ഞങ്ങൾ അത്തരം ഓരോ ഏർപ്പാടും നിന്നിട്ടില്ലെന്ന് മാത്രമല്ല നിൽക്കുകയുമില്ല. ശബരിമല എന്ത് സംഭവിച്ചു? ശബരിമലയെ സംബന്ധിച്ച് പറയാം, ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കൾ രാജ്യത്തിലെ ജനങ്ങൾ നേരിടുന്ന അതിഗുരുതരമായ പ്രശ്നമുണ്ടല്ലോ. രാജ്യത്തിൽ ഏറ്റവും വലിയ ദാരിദ്ര്യം വർദ്ധിച്ച കാലം ഈ കാലാണ്. ഇന്ത്യ രാജ്യം ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളുടെ 106ാമത്തെ രാജ്യം ഇന്ത്യ രാജ്യമാണ്. ഏറ്റവും വലിയ ആളുകൾ ആത്മഹത്യ ചെയ്ത കാലം ഈ കാലാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് കാലത്ത് 3 ലക്ഷം. ശബരിമല അതൊന്നും പറയാൻ ഇവർക്കില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമായ അവരുടെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അത് മറ്റു പ്രശ്നങ്ങൾ, അവ ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടോ? ഈ 2 പാർട്ടികളും അവർക്ക് ജനങ്ങൾ വൈകാരികമായിട്ട് പിടിക്കാനിടയുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനാവാം. ജനങ്ങളുടെ മനസ്സിനകത്ത് ആഴത്തിൽ വേരോട്ടമുള്ള ഒന്നാണ് വിശ്വാസം, അതുപോലെ തന്നെ ആരാധനാ കേന്ദ്രങ്ങൾ, അയ്യപ്പൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുപയോഗിച്ചുകൊണ്ട് വൈകാരികതയിൽ ടച്ച് ചെയ്ത് എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്നുള്ളതാണ് ശ്രമം. ഞങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു നിലപാട്? ഈ അയ്യപ്പന്റെ സ്വർണം കട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഉന്നതനായാലും അവരെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. സംരക്ഷിക്കുന്നില്ല. അതോടൊപ്പം അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് ഭരിക്കുന്ന ഗവൺമെന്റിലേക്ക് ഉത്തരവാദിത്തം. ഇവർ ചോദിക്കുന്ന ഓരോ ആളും ചോദിക്കുന്ന, പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പറയുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ഇന്നും പാർട്ടിയിൽ തന്നെയാണ്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ഒരാൾ ആത്മഹത്യ ചെയ്തു, ആരോപണം വന്നു, 24 മണിക്കൂറിനകം നടപടിയാണ്. കേരളം മുഴുവൻ ബാധിക്കുന്ന ഈ ഒരു വിഷയത്തിൽ അയാൾ അകത്ത ജയിലില്ല. അതിനുശേഷം കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനവും മോഡ് എടുത്തില്ല എന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വായിച്ചില്ലേ? അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇയാൾ കുറ്റവാളിയാണെന്ന് പറയാൻ കഴിയുന്നത്? കുറ്റവാളിയാണെന്ന് പറയുന്നത് നിയമമാണ്. നിയമം കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ നിമിഷം പോലും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. ദിവ്യയുടെ കാര്യത്തിൽ എന്താ അങ്ങനെ തീരുമാനം? ഇതുവരെ അവർ കുറ്റവാളിയെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അല്ല, അതിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ പാർട്ടി ജില്ലാ കമ്മിറ്റിയാണല്ലോ കാര്യത്തിൽ തീരുമാനം എടുത്തത്. ആ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഒരു കാരണവശാലും ക്ഷണിക്കപ്പെടാത്തൊരു ചടങ്ങിൽ ചെന്ന്, അതും അവരുടെ റിട്ടയർമെന്റ് ചടങ്ങിൽ പോയി അത്തരം കാര്യം പറഞ്ഞ് ശരിയായില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത്. ആ നിലപാടിന് മേലെ നടപടി. അത്രയും ഗൗരവം ഈ മോഷണ കാര്യത്തിൽ ഇല്ല. മോഷണ കാര്യത്തിൽ ഇതുവരെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാണല്ലോ ഇന്നത്തെ മാധ്യമങ്ങളിൽ. അത് ഈ വിഷയം സംബന്ധിച്ച് ഏതെങ്കിലും തീരുമാനം ബോർഡ് എടുത്തിരുന്നില്ലെന്നാണ്. അപ്പൊ ഈ പോലീസാണ് തെറ്റായ രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കാര്യം ചെയ്തതെന്നാണ് ഇന്നത്തെ റിപ്പോർട്ട്. ഞങ്ങളതിന് മുഖവിലേക്ക് എടുക്കുന്നതല്ല. പക്ഷേ ഒരാൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നു, അതിഗൗരവമായ കാര്യം. ഞങ്ങളുടെ പാർട്ടി നേതാവ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു കുറ്റത്തിൽ ഞങ്ങൾ പറയുന്നത് കുറ്റവാളിയാണെങ്കിൽ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. അത് ആ ഒരു നിലപാട്. അയ്യപ്പ സംഗമം നടത്തി വെള്ളാപ്പള്ളി നടേശനെല്ലാം കൂട്ടിക്കൊണ്ടു പോയിട്ടും ക്ലച്ച് പിടിച്ചില്ല എന്ന് തോന്നുന്നു. അതെന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സംഗമം ഇടതുപക്ഷ സർക്കാർ നേതൃത്വത്തിൽ നടത്തിയതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സർവമത മൈത്രിയുള്ള ഒരു ആരാധനാ കേന്ദ്രം അയ്യപ്പന്റെ കേന്ദ്രം തന്നെയാണ്. ബാബരുടെയും അതുപോലെ അയ്യപ്പന്റെയും കഥയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര ആരാധനാ കേന്ദ്രമാണ് അയ്യപ്പ ക്ഷേത്രം. ഇന്നവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളീയരെക്കാൾ അന്യ സംസ്ഥാനക്കാരും അന്യരാജ്യക്കാരുമാണ്. അവർക്കാകെ എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്ന ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായി നമുക്ക് ഈ തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറ്റാൻ നമുക്ക് അയ്യപ്പ ക്ഷേത്രത്തെ സാധിക്കും. അത് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് ഉപയോഗിക്കുന്നതിനാണല്ലോ കേരളം ശ്രമിക്കേണ്ടത്. പക്ഷേ എവിടെയും ഈ പറയുന്ന പോലെ ഈ നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിക്കുമ്പോൾ പന്നി കുന്നുകയറുന്നു പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങളെ വൈകാരികമായിട്ട് ചിന്തിപ്പിക്കാം, അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനകീയ പ്രശ്നങ്ങൾ അത് കാര്യമുള്ള വിഷയമാണ്. തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. പക്ഷേ ചെയ്തിരിക്കുന്നത് എന്താ? മറ്റു പ്രശ്നങ്ങളെല്ലാം മൂടി വെച്ച് വൈകാരിക പ്രശ്നങ്ങളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടുക എന്ന് പറഞ്ഞ വേറെ വിഷയങ്ങളില്ല.
ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെയൊന്നും ഉന്നയിക്കാനില്ല. അതൊരു വൈകാരിക തലങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് എങ്ങനെ നേടാൻ വേണ്ടി കഴിയും. അതാണ് നടത്തിയത്. അതിനും ഒന്നിച്ചേർന്നിട്ടാണ് രണ്ടും അതാണ് ഇപ്പൊ ഒറ്റക്കെട്ടാണ്. മനസ്സിലാകാത്തത്. നിങ്ങൾ 3 പേരും പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇത് പറയുന്നത്. രജിത്തെ, ഇതൊന്നും അല്ല ഗൗരവമുള്ള വിഷയം എന്നാണ് പ്രകാശ് മാഷ് പറയുന്നത്. ഇവിടെ കേരളത്തിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് കോൺഗ്രസും UDF-ഉം ചർച്ച ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം നടത്തിയ റാങ്ക് ഹോൾഡേഴ്സിന്റെ കൂടെ സമരത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്സാണ്, UDF ആണ്. ആശാവർക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിജീവനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം കേരളത്തിലെ ജനതയുടെ മുമ്പിൽ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധികളെക്കുറിച്ചും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങളിൽ മരുന്നുൾപ്പെടെ സർജിക്കൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ല, ഞാൻ പ്രകാശ് മാഷ് പറഞ്ഞതിനെയാണ്. പ്രകാശ് മാഷ് പറയുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ശബരിമലയിലേക്ക് പോയി എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്തത് കേരളത്തിലെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച്. ഇപ്പോൾ കേരളത്തിൽ 4 ലക്ഷം ചെറുപ്പക്കാർ സാന്റാമോണിക്കയിലെ ഇന്റർവ്യൂ നടത്തി ഈ നാട് വിട്ടിരിക്കുന്നു. മന്ത്രിയാണ് വലിയ പ്രസ്താവന നടത്തുന്നത്. യഥാർത്ഥത്തിൽ എത്രമാത്രം ശോഷണമാണ് നമ്മുടെ ഈ തൊഴിൽ മേഖലയിൽ സംഭവിച്ചത്? അതിഗൗരവമായ വിഷയമല്ലേ? ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധം നിയമസഭക്കകത്ത് മാത്യു കുഴനാടന്റെ അതിഗംഭീരമായ പ്രസംഗം എന്റെ മനസ്സിൽ, ഇപ്പോൾ എന്റെ മനസ്സിലല്ല, സാധാരണ ചെറുപ്പക്കാരുടെ തൊഴിലന്വേഷകരുടെ മനസ്സിലുണ്ട്. തിരിച്ചു വരാം ബിജു. ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമമായിരുന്നു ശബരിമലയെ തകർക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസത്തിനെതിരാണല്ലോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് കൂടി വരികയാണ്. ആ അമ്പലങ്ങളിൽ പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? അവർ വിശ്വാസത്തിനെതിരാണ്. കമ്മ്യൂണിസമാണല്ലോ അവർ ചർച്ച ചെയ്യപ്പെടുന്നത്, മാർക്സിസമാണല്ലോ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വിശ്വാസം ഇവിടെ ഉണ്ടായാലോ തകരുന്നത് എന്താണ്? കമ്മ്യൂണിസമാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബരിമലയെ ലക്ഷ്യം വെച്ച് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് 3 സ്ത്രീകളെ അവിടെ കൊണ്ടുപോയത്? നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ലേ കൊണ്ടുപോയത്. സംരക്ഷണം ശബരിമല അയ്യപ്പ സംഗമം നടത്തിയിട്ട് കൂടുതൽ ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തിലെ പൊതുഖജനാവിലെ പണം ദൂർത്തടിച്ച് മുടിക്കാൻ വേണ്ടിട്ടോ എത്ര കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ പേരിൽ ഇവിടെ പൊതുഖജനാവിലെ പണം എടുത്ത് നശിപ്പിച്ചത് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം. ആരാണ് അവിടത്തേക്ക് വന്നത്? അതുകൊണ്ട് കേരളത്തിൽ എന്താണ് ഗുണമുണ്ടായത്? 3 ക്ഷേത്രങ്ങൾ മതി. നേരത്തെ അങ്ങനെ കേരളത്തിന്റെ വികസനമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ 3 ക്ഷേത്രങ്ങൾ മതി. ഏതൊക്കെ? ഒന്ന് ഗുരുവായൂർ, ഒന്ന് ശബരിമല, ഒന്ന് നമ്മുടെ തിരുവനന്തപുരം അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങള് യഥാവിധി ഭക്തന്മാർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിൽ കേരളത്തില് തീർത്ഥാടകർ വർദ്ധിച്ചു വരും. അതിലൂടെ ഗണ്യമായിട്ടുള്ള ഒരു വർധനവ് നമ്മുടെ ഖജനാവിലുണ്ടാകും. എന്തുകൊണ്ട്? ഈ ഖജനാവിലെ വർധനവുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അടിസ്ഥാന വികസനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തയ്യാറാകുന്നില്ല. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചവർ അവിടെ അയ്യപ്പ ഭക്തന്മാർ ഇന്ന് നരകയാതന അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? വെള്ളത്തിന് ദാഹജലത്തിന് വേണ്ടിയിട്ട് വാർത്തകൾ വന്നല്ലോ. ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ദാഹജലം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുമാത്രമല്ല, അവിടെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് മനുഷ്യന്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള കക്കൂസ് പോലും പണിയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ ഈ ഭക്തന്മാരുടെ കാര്യം. എന്നാൽ ആദ്യം വേണ്ടത് എന്താണ്? ഭക്തന്മാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം ഉണ്ടാകണം. അതുണ്ടായിട്ടില്ല. അതിവിടെ മാത്രം, ശബരിമലയിൽ മാത്രമാണോ? എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ലേ? നമ്മുടെ നാട്ടിലെ കൊട്ടിയൂർ ക്ഷേത്രം ഈ പ്രാവശ്യം എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി? ഏത് കേളകത്തിന്റെ ഇപ്പുറം മഞ്ഞളാമ്പുറം മുതൽ അങ്ങോട്ട് ബ്ലോക്ക് ആയിരുന്നു. ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ അവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് ഒരുക്കാൻ കഴിയണ്ടേ? ഒരു റോഡ് നവീകരിക്കാൻ വേണ്ടി കഴിയണ്ടേ? അവിടെ ഭക്തന്മാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥല സൗകര്യം ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊണ്ടല്ലേ പ്രകാശ് മാഷ് ശബരിമലയുടെ വികസനത്തെ കുറിച്ച് പറയുന്നത്?
ഇതൊന്നും നടത്തിയിട്ടില്ല. ഒന്നും നടപ്പിലാക്കി ഇതാണ് അവസ്ഥ. അടിസ്ഥാന വിഷയങ്ങളിലൊന്നും ഇടപെടാതെയാണ് ഇവർ സർക്കാർ കോടികൾ ദൂർത്തടിക്കാനും ദൂർത്തടിക്കുക. അതിലൂടെ അഴിമതി നടത്താനും ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Yes, തിരിച്ചു വരാം. ഇതിന്റെ ഭാഗം തന്നെയാണ് നേരത്തെ ഉണ്ടായ ശബരിമലയിൽ. ഇപ്പൊ CPM-ന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരാണ് ജയിലിൽ അഴിയെണ്ണിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് പരിചയമില്ലാന്ന് പറയാൻ കഴിയോ? പത്മകുമാറിനും CPM-ആയിട്ട് ഒരു ബന്ധമില്ല പറയാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. CPM അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ബിജു ഏളക്കുഴി ഇങ്ങനെ എണ്ണി പറയുകയാണ്, കൊട്ടിയൂര്, ശബരിമല, കുടിവെള്ളത്തിന് കാത്തു നിൽക്കുന്നു, പ്രാഥമിക സൗകര്യമില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ലക്ഷങ്ങൾ വരുന്ന കുറേയേറെ ക്ഷേത്രങ്ങളുണ്ട്. അവിടങ്ങളിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ആളുകൾ കൂട്ടമരണം, നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ കഴിഞ്ഞ സീസണിൽ ഏറ്റവും ഏറെ അയ്യപ്പ ഭക്തർ വന്നിട്ടുള്ളൊരു സീസൺ കഴിഞ്ഞ സീസണാണ്. എന്തെങ്കിലും ഒരു ആക്ഷേപം ഈ പറഞ്ഞ കാര്യങ്ങൾ വെള്ളത്തിന് ക്യൂ നിൽക്കുന്നു, അദ്ദേഹത്തിന് വെള്ളം കിട്ടിയില്ലെന്ന് എനിക്കറിയില്ല. അവിടെ ഉള്ള ആളുകൾ ആ നിലക്കൊരു ആക്ഷേപം ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ അങ്ങനെ പിന്നെ മാധ്യമങ്ങളൊക്കെ അത് വരേണ്ടതല്ലേ. ഏറ്റവും മികച്ച നിലയിൽ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഈ പറയുന്ന പോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ വന്നതിന് ശേഷം ഉണ്ടായ ഒന്നല്ലല്ലോ ശബരിമല. ശബരിമല സൗകര്യം എന്ന് പറയുന്നത് നേരത്തെയുള്ള സൗകര്യമല്ലേ, കുറെ വിപുലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. നേരത്തെ ഉള്ളതിൻ്റെ ഏതാണ്ട് 3 ഇരട്ടി ഭക്തന്മാർ വരുന്നു. ഇപ്പോഴ് അവര് വലിയ അലോസരമില്ലാതെ കണ്ടുപോകുന്ന ഒരു നിലയുണ്ട് ഈ കഴിഞ്ഞ 2 വർഷം. അത് നമുക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഭക്തിയും വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ പറയുന്ന ഭക്തിക്കെതിരാണ്, ആരാധനക്കെതിരാണ്, അവിശ്വാസികളാണ് എന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് പാർട്ടിക്കകത്ത് അനുഭാവികൾ 90%-ലേറെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾ വിശ്വാസികളാണ് എല്ലാ കാലത്തും. ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തും അങ്ങനെയാണ്. കമ്മ്യൂണിസം ഉണ്ടാകും. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെയെങ്കിലും ഈ പട്ടിയെ പേപ്പട്ടി എന്ന് പറഞ്ഞിട്ട് ശരിപ്പെടുത്തുക എന്നുള്ളൂ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ വ്യക്തികളുടെ മതപരമായ വിശ്വാസം സംരക്ഷിക്കുന്നതിന് ജീവൻ കൊടുക്കാൻ വിശ്വാസിയാണെങ്കിലും കുഴപ്പമില്ലെന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പിന്നെ മതമേധാവികളും തമ്മിലുള്ള ഐക്യപ്രസ്ഥാനങ്ങൾ. നമ്മൾ രജിത ഈ ഇപ്പൊ മാഷ് പറഞ്ഞല്ലോ, തൊഴിൽ നൽകിയ കഥകൾ പറഞ്ഞു, വികസന കാര്യങ്ങൾ ഓരോന്നും പറയുന്നു. മാഷ് കൃത്യമായിട്ട് പറയുന്നു ആളുകളുടെ വിശപ്പും ഈ വിശ്വാസവും ഇതെല്ലാം തന്നെയാണ് മുന്നിട്ട് കാണുന്നതും. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ മാത്രമാണ് തങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പ്രകാശ് മാഷ് പറയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? കേരളത്തിൽ അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത് എന്ന് മാഷ് പറയും. മാഷ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ 1-2 കാര്യങ്ങൾ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു, മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ PR വർക്ക് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം PR വർക്ക് നടത്തിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ പറയാണ് ഇന്നതൊക്കെ ചെയ്തു. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഈ 10 വർഷമായി നടത്തി ഏതെങ്കിലും ഒരു വൻകിട പ്രോജക്റ്റിനെ സംബന്ധിച്ച് കേരളീയ സമൂഹത്തിന് മുമ്പ് പറയണ്ടേ? ഏതാണ് നടത്തിയത്? വെറുതെ പറയാൻ വായ കൊണ്ട് നമുക്ക് പലതും പറയാം. അല്ല, ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നേറ്റം കാണാതിരിക്കാൻ പറ്റുമോ? ആരോഗ്യ രംഗത്തിന്റെ വിഭവങ്ങൾ കാണാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറയാം. ദേശീയപാതയുടെ വികസനം, സ്ഥലം എടുത്തു കൊടുത്തു, ഗെയില് വന്നത്, അതിനെല്ലാം ഞങ്ങൾക്ക് മറുപടി ഉണ്ടല്ലോ ജനങ്ങളുടെ മുമ്പിൽ. ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അല്ല, ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ കൂടെ കോഴിക്കോടും മലപ്പുറത്തും സമരം നടത്തിയത് CPIM ആണ്. തർക്കമുണ്ടോ? രണ്ടാമത് ദേശീയപാത ഒന്നുകൂടി പറയട്ടെ. ദേശീയപാത വികസനത്തെ കുറിച്ച്, ദേശീയപാത വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിഞ്ഞത് എപ്പോഴാണ്? 2014 ഇന്ത്യൻ പാർലമെന്റിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം അവതരിപ്പിച്ച് അത് അംഗീകരിച്ച് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ വിട്ടുകൊടുക്കുന്ന ഭൂ ഉടമകൾക്ക് കൊടുക്കേണ്ടുന്ന വില നിശ്ചയം ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനമെടുത്തതിന് ശേഷമാണ് രാജ്യത്ത് പൊന്നും വിലക്ക് ഭൂമി എടുക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഭൂമി വിട്ടുകൊടുക്കാനുള്ള തീരുമാനം ഈ ലാൻഡ് ഓണർമാർ സ്വീകരിച്ചു തുടങ്ങിയത്. അതാണ് ഇതിന്റെ വേഗത കൂട്ടാൻ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലുമല്ല. ഈ ആത്മവിശ്വാസം ഒരു കാരണവശാലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് തളർന്നു പോകുന്ന ഒന്നല്ല. കേരളത്തിൽ കാൻഡിഡേറ്റ്സ്, അതായത് CM കാൻഡിഡേറ്റ്സ് 4 പേരുണ്ട്, 5 പേരുണ്ട് എന്നുള്ളത് തികച്ചും മാധ്യമ സൃഷ്ടി മാത്രമാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. സ്വാഭാവികമായും പാർട്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർലമെന്ററി പാർട്ടി കൂടിയിട്ടാണ് CM കാൻഡിഡേറ്റിനെ തീരുമാനിക്കാറ്. അല്ലാതെ കോൺഗ്രസ് ആദ്യം തന്നെ CM കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാറില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനകത്ത്
ഈ പറയുന്ന ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പല കേരളത്തിൽ ഞാൻ എൻ്റെ ഈ സംസാരം തുടങ്ങുമ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ സംഘടനാ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ മാറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ പലരും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയാറ് കോൺഗ്രസിന് സംഘടന, ഇപ്പോൾ ആന്റോ അഗസ്റ്റിനൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എവിടെയാ കോൺഗ്രസിന് എവിടെയാ സംഘടനാ സംവിധാനം? കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ പൂർണ്ണമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കഴിഞ്ഞ 15 മാസമായിട്ട് ഒരു നിയോജക മണ്ഡലത്തിലെ വ്യത്യസ്തമായ പഞ്ചായത്തുകളിൽ വളരെ കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുമതല ഏറ്റെടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ഒരു പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു. നേരത്തെ മാഷ് പറഞ്ഞല്ലോ 18 പഞ്ചായത്തിൽ പിന്നെ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അത് കുറഞ്ഞു, ഇപ്പൊ 14 മാഷേ, 14. കാരണം എരമംകുറ്റൂർ ഞങ്ങൾ രണ്ട് പിടിച്ചു. അപ്പൊ എത്ര സീറ്റ് നേടാൻ സാധ്യതയുണ്ട്? കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100 സീറ്റിൽ മേലെ അധികാരത്തിൽ ഒറ്റ കാര്യം കൂടെ അതിന് മുമ്പ് പറയാം. ഇപ്പോ വികസന രംഗത്ത് NH പണി ആരംഭിച്ച് പൂർത്തീകരിക്കുന്നത് ഞങ്ങളാണ്. മലയോര പാത 4 റീച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ തീരദേശ പാതയുടെ പണി ആരംഭിക്കുകയാണ്. ജലപാതയ്ക്ക് ഇനി ആകെ 2 റീച്ചേ ബാക്കിയുള്ളൂ. നമുക്ക് ഈ കൊല്ലം തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. വിഴിഞ്ഞം തുറമുഖം അതിന്റെ പണി ആരംഭിച്ചത് തൊട്ട് 1ാം ഘട്ടം പൂർത്തീകരിച്ച ഞങ്ങളാണ്. 2ാം ഘട്ടം കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദിക്ക് സ്വന്തമായിട്ട് പ്രദേശമില്ല. നരേന്ദ്രമോദിക്ക് അതിന്റെ ഉത്തരമാണ് പറഞ്ഞത്. നരേന്ദ്രമോദിക്ക് സ്വന്തമായി ഒരു ഇടവില്ല. നരേന്ദ്രമോദി പൈസ ഉണ്ടാക്കുന്നതെല്ലാം കേരളവും ബംഗാളും തമിഴ്നാടും കർണാടകവും കൊടുക്കുന്ന പൈസയാണ്. നരേന്ദ്രമോദിക്ക് ഒരു പ്രത്യേക സ്ഥലമുണ്ടോ? ഞങ്ങളെല്ലാം പൈസ, ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണം കേന്ദ്രം കൂടി തരുന്നുണ്ട്. അത് പിടിച്ചു വെക്കുന്നു, തകർക്കുന്നു, തരാൻ. അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് തരാത്ത വിഷയം. 32% ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്. അല്ലാതെ ആദ്യം അങ്ങനെയല്ലേ പറഞ്ഞത്? പ്രകാശം ഇന്ത്യ ഞങ്ങളുടെ രാജ്യം എന്താ പറഞ്ഞത്? അല്ല, ഇതില് ഞങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു നിലക്കുമുള്ള ബേജാറില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയുമേറെ ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ പറയുന്നവർക്കെല്ലാം ചേർന്ന് അതിനെ മറക്കാനായി, അതുപോലെ തന്നെ എങ്ങനെ നന്ദികേട് കാണിച്ചോ ജനങ്ങൾ? അല്ല, ജനങ്ങളെ ഒരിക്കലും പിന്നെ കുറ്റം പറയാൻ ഞങ്ങളില്ല. കാരണം ജനങ്ങളുടെ യജമാനമാണ്, അവരാണ് കാര്യം തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഈ ലെനിന്റെ മഹത്തായൊരു വാചകമുണ്ട്, ഓരോ പാചകക്കാരനും ഭരണാധികാരിയാവുന്ന ഒരു സ്വപ്നമാണ് കമ്മ്യൂണിസ്റ്റുകാർ സൂക്ഷിക്കുന്നത്. ഉണ്ടാവില്ലായിരിക്കും. ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് യജമാനന്മാർ എന്നുള്ളത് നല്ലതുപോലെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവരെല്ലാം വർഗീയ ശക്തികൾ ഒറ്റക്കെട്ടായി ചേർന്ന് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പിൻബലത്തോടു കൂടി നടത്തിയ ശ്രമങ്ങൾക്ക് താൽക്കാലികമായി ഒരു നേരിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റത്തെ എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് പരിശോധിക്കാനും അതിലെ പോരായ്മകൾ കണ്ടെത്താനും വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണല്ലോ എല്ലാ നിലക്കുമുള്ള ബിരിയാണി ചെമ്പിലെ പിന്നെ സ്വർണം കൊണ്ടുപോകുന്നതും അതുപോലെ കൈതോലപ്പായും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഖുറാനകത്തുള്ള സ്വർണ്ണക്കടത്തും ഈത്തപ്പയത്തിലെ സ്വർണ്ണം കടത്തെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞ കാലത്താണല്ലോ. CBI-യും അതുപോലെ തന്നെ ED-യും ഒക്കെ തന്നെ ഇവർ രണ്ടുപേരും ചേർന്ന് വട്ടമിട്ട് വർക്കായിരുന്നു കേരളത്തിൽ. ഒന്നും നടന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സീറ്റ് LDF-ന് കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് 99. ഏറ്റവും വലിയ വോട്ട് കിട്ടിയതും അപ്പോഴാണ്. ഇതൊന്നും ബാധകമാകാതെ 3ാം ഊഴം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ നയിക്കുമോ? തീർച്ചയായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെന്താ സംശയം? ഒരു മാറ്റവും ഇല്ല. ആ ഒരു ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മുൻകൈയിൽ കേരളത്തിൽ 3ാം ഊഴം LDF നേടുമെന്ന കാര്യത്തിൽ സമയം തീർന്നു. കൈതോല പായ വിരിച്ച് എന്ന് പറഞ്ഞ പാരഡി ആയിരുന്നു അദ്ദേഹം പറഞ്ഞ ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ അത് പോറ്റിയുടെ പേര് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും നല്ല നല്ല പാരഡി ഗാനങ്ങൾ വരും. ഇത് മുഴുവൻ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഈ കൂട്ടുകെട്ടുകൾ സംബന്ധിച്ച് 3 പേരും പരസ്പരം ആരോപണം ഉന്നയിക്കുക ചെയ്തിട്ടുള്ളത് ശരിക്ക്. അപ്പോൾ നിഷ്പക്ഷമായത് കണ്ടിരിക്കുന്നവർ അന്തം വിടും, ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതെല്ലാം നമുക്ക് രാഷ്ട്രീയമാണ്. പല കോലത്തിലും പല ഭാവത്തിലും പല തരത്തിലും ഇതെല്ലാം കടന്നു വരും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. 3 മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. ഇവർ വർഗീയത എന്തു വേണമെങ്കിലും പറയട്ടെ, പക്ഷേ നമുക്കാവശ്യം നമ്മുടെ നാടിൻ്റെ വികസനമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. അതിന് വോട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ നേതാക്കളുടെ ചർച്ചകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേർരേഖയുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പ്രേക്ഷകർക്കും ഒപ്പം 3 പേർക്കും നന്ദി, നമസ്കാരം.